ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഈവനിങ് റൊട്ടീനായിട്ടാണ്. വൈകുന്നേരം ഒരു 5 മണി മുതൽ രാത്രി വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. വൈകുന്നേരത്തെ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായ കുടിക്കലും വൈകിട്ടത്തെ അടിച്ചുവാരലും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ടെറസിൽ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊക്കെ കുറച്ച് വളം ഇട്ട് കൊടുക്കുക, ചെടികളൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുക, അങ്ങനെയുള്ള പണികളൊക്കെ ആണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മുല്ലപ്പൂ ചെടിയൊക്കെ നന്നായിട്ട് ഈ പ്രാവശ്യം നന്നായി പൂത്തിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിട്ട് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ പയറിൻ്റെ വിത്തൊക്കെ നട്ടിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മുളച്ചതൊക്കെ ഒന്ന് വന്നിട്ടൊന്ന് വേറെ ഗ്രോ ബാഗിലോട്ടൊന്ന് മാറ്റി നട്ടു കൊടുക്കാൻ കേട്ടോ. അപ്പം ഒന്നിച്ച് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അത് ഒന്നിച്ച് നന്നായിട്ട് വളരില്ല. അപ്പോൾ തനിയെ സെപ്പറേറ്റ് ആയിട്ട് ഓരോരോ ഗ്രോ ബാഗിലായിട്ട് നട്ടു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ആ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം കേട്ടോ വൈകുന്നേരത്തെ ഡിന്നറൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വൈകുന്നേരത്തെ ജോലികളൊക്കെ നേരത്തെ കഴിയുന്ന ദിവസം ഞാൻ കുറച്ചിങ്ങനെ ടെറസിൽ ചെടികളൊക്കെ ഒന്ന് വളമിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മണ്ണൊക്കെ ഒന്ന് മാറ്റിയിട്ട് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ നേരത്തെ ചെയ്യുക. അപ്പോൾ ഈ നേരത്താകുമ്പോൾ അധികം വെയിലും ഉണ്ടാവില്ല, നമുക്ക് സുഖമായിട്ട് ജോലികളൊക്കെ ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കോവയ്ക്ക ചെടിയിൽ ഒന്ന് നിറയെ കോവയ്ക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കോവയ്ക്കൊക്കെ ഒന്ന് പറിക്കായിരുന്നു. കോവയ്ക്ക നന്നായിട്ട് 2 ചെടി വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് കുറേ കോവയ്ക്ക ഇതൊന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കോവയ്ക്ക ചെടിയിൽ നിന്നൊക്കെ കോവയ്ക്കൊക്കെ എന്നിട്ട് കുറച്ച് വലുതായ കോവയ്ക്കൊക്കെ ഒന്ന് ഞാൻ പറിക്കുകയാണേ. നമുക്ക് നമ്മുടെ വീടിന് ചുറ്റൊന്നും സ്ഥലമില്ല കേട്ടോ. ഉള്ളവിടെയൊക്കെ നമ്മളിങ്ങനെ സിമെൻറ്റും അങ്ങനെയൊക്കെയാണ് ഉള്ളത്, നമുക്ക് മണ്ണായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ടെറസിലാണ് കേട്ടോ ചെടികളൊക്കെ ഗ്രോ ബാഗിലാണ് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നമുക്ക് പച്ചമുളക്, തക്കാളി, കോവയ്ക്ക, അതുപോലെ ചീരകൾ, അതുപോലെ മുരിങ്ങ അടക്കം ഞാൻ നട്ടിട്ടുണ്ട് കേട്ടോ. മുരിങ്ങ നമ്മുടെ ഒരു പഴയ ടാങ്ക് ഉണ്ടായിരുന്നുകൊണ്ട് അത് പകുതി മുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ മുരിങ്ങ മരം വെച്ചിരിക്കുന്നത്. നന്നായിട്ടൊരു ചെറിയ കൊമ്പ് വെച്ചായിരുന്നു. അപ്പോൾ നന്നായി വലുതായിട്ടുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം മുരിങ്ങക്കായൊക്കെ ഒരു 10-20 മുകളിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയും ഉണ്ട് പറിക്കാൻ. മുരിങ്ങക്കായ നിറയെ ഉണ്ട് കേട്ടോ. അതപ്പോൾ കോവയ്ക്ക ഒന്ന് പറിച്ചതായിരുന്നു കേട്ടോ. 2 ചെടിയിലായിട്ട് പറിച്ചതായിരുന്നു കോവയ്ക്ക. അത്യാവശ്യം നമുക്ക് ഉപ്പേരി വയ്ക്കാനുള്ള കോവയ്ക്കൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. അതപ്പോൾ മുരിങ്ങമരമൊക്കെ ഇത്ര വലുതായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി മഴയൊക്കെ ഒന്ന് പെയ്ത് കഴിഞ്ഞാൽ നല്ലോണം അന്ന് തിളിർത്ത് വരും കേട്ടോ. മുരിങ്ങയുടെ ഇലയൊക്കെ, ഇപ്പം മുരിങ്ങയുടെ ഇല കുറവാണെങ്കിലും മുരിങ്ങക്കായാണ് കേട്ടോ കൂടുതൽ. ഇനി മഴ ഒന്ന് പെയ്ത് കഴിഞ്ഞാൽ നിറയെ മുരിങ്ങ നമുക്ക് ഉണ്ടാവും കേട്ടോ. അതിൽ നിറയെ മഴ കൊള്ളുമ്പോഴാണല്ലോ നന്നായിട്ട് വരുന്നത്. അതുപോലെ കരിവേപ്പിൻ്റെ ഇല, റോസ് കൊമ്പ്, അതുപോലെ കുറേ ചെടികൾ ഞാൻ നട്ടിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് നോക്കാൻ സമയമുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് വീട്ടിലോട്ട് വേണ്ട പച്ചക്കറികളൊക്കെ നമുക്ക് ടെറസിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് സമയം കുറവായതുകൊണ്ടാണ്, നമുക്കിത് ശ്രദ്ധിക്കാനൊക്കെ കുറച്ച് സമയം നമ്മൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് നമ്മുടെ വീട്ടിലോട്ടുള്ള പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ 2-3 മുരിങ്ങക്കായും ഒക്കെ ഒന്ന് വലുതായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വലുതായ മുരിങ്ങക്കായൊക്കെ ഒന്ന് പറിച്ചെടുക്കുകയാണ്. കുറച്ചുകൂടി കഴിഞ്ഞാൽ അത് നല്ലോണം മൂക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം വലുതാവുമ്പോൾ തന്നെ പറിക്കും കേട്ടോ. ചെറുതൊന്നും പറിക്കില്ല, അത്യാവശ്യം വലുപ്പം വരുമ്പോൾ ഞാൻ പറിക്കും. ഇതിനേക്കാളും കുറച്ച് ഫസ്റ്റ് ഉണ്ടായതൊക്കെ നല്ല വലുപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത്തിരി വലുപ്പം കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സീസൺ കുറവായതുകൊണ്ടെന്നറിയില്ല, ഫസ്റ്റ് സീസണിൽ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പയറിൻ്റെ ചെടിയൊക്കെ നന്നായിട്ട് വലുതായ പയറിൻ്റെ ചെടിയൊക്കെ ഞാൻ ഈ മുരിങ്ങ മരത്തിലോട്ട് അതിൻ്റെ വള്ളിയൊക്കെ ഒന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് പടർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് പയറിൻ്റെ വള്ളിയൊക്കെ ഒന്ന് ഈ മുരിങ്ങയുടെ കൊമ്പിലോട്ട് ചുറ്റി കൊടുക്കാനാട്ടോ. അപ്പോൾ വേറെ പന്തൽ കെട്ടാനായിട്ട് നമ്മളിവിടെ ഷീറ്റ് ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെ അതിലോട്ട് പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിലോട്ട് ഇങ്ങനെ ആക്കി കൊടുത്തായിരുന്നു കേട്ടോ. ഇവിടെ കുറച്ച് ശംഖുപുഷ്പ ചെടിയൊക്കെ ഉണ്ട്. ശംഖുപുഷ്പത്തിൽ കുറച്ച് പൂക്കളൊക്കെ പൂത്തിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ശംഖുപുഷ്പം ടീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് പറിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ ചെടിയൊക്കെ നനച്ചു കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മുരിങ്ങക്കായ പറിച്ചതും കോവയ്ക്കൊക്കെ ആയിട്ട് നമുക്ക് ഇനി ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാം. അപ്പോൾ വൈകുന്നേരത്തേക്ക് ഇനി ചപ്പാത്തി മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ മാവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നമുക്ക്
നാളേക്കുള്ള മാവൊക്കെ ആട്ടാനിട്ടിട്ട് വൈകുന്നേരത്തെ ജോലികളൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി താഴോട്ട് പോവാം. അരി ഉഴുന്നൊക്കെ അരയ്ക്കാനിടണം കേട്ടോ ഗ്രൈൻഡറിൽ. അപ്പോൾ നാളേക്ക് മാവില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. രാവിലെയും വൈകിട്ടും ടിഫിൻ കഴിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ദോശമാവില്ലെങ്കിലോ അല്ലെങ്കിൽ മാവില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ബാക്കിയുള്ള എന്തെങ്കിലും എന്താ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ മാവൊക്കെ കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അരച്ച് വെക്കാനാണ് കേട്ടോ എപ്പോഴും ശ്രദ്ധിക്കാറ്. അപ്പോൾ മാവൊക്കെ ആട്ടാൻ ഇട്ടിട്ട് തന്നെ നമുക്ക് വൈകുന്നേരത്തെ ഡിന്നറിനുള്ള പണികളൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ മാവാട്ടാൻ ഇടുമ്പോൾ ഓരോ കിലോ അരിയായിട്ടാണ് കേട്ടോ ഇടാറ്. അപ്പോൾ ഞാൻ 5 ഗ്ലാസ് അല്ലെങ്കിൽ 4 ഗ്ലാസ് അരിയാണെങ്കിൽ അതിലൊരു ചെറിയ ഗ്ലാസ് ഉഴുന്നും കൂടി ഇട്ടിട്ട് ഒരു 2 സ്പൂണ് ഉലുവയും കൂടി ഇടാറ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇഡ്ഡലിയാണ് ചൂടാറ്. പിന്നെ അതിന് ശേഷം വൈകിട്ട് പിറ്റേ ദിവസം രാവിലേക്കുള്ള ബാക്കി മാവാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ദോശയാണ് കേട്ടോ ചുടാറ്. അങ്ങനെയാണ് ഞാൻ ഒരു അരിയുടെ അളവ് ഇടാറ്. 4 ഗ്ലാസ് അരിക്ക് അതിൽ തന്നെ ചെറിയൊരു ഗ്ലാസ് ഉഴുന്നും 2 സ്പൂൺ ഉലുവയും ഇടാറ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇഡ്ഡലിയും ദോശയൊക്കെ നന്നായിട്ട് കിട്ടാറുണ്ട്. ദോശ ആയാലും നമുക്ക് നല്ലോണം റോസ്റ്റ് പോലെ കിട്ടാറുണ്ട്. ഇഡ്ഡലി അത്യാവശ്യം സോഫ്റ്റായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഉഴുന്നൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനതുപോലെ ഉഴുന്ന് നന്നായിട്ട് നമ്മൾ അരയ്ക്കണ സമയത്ത് നമ്മൾ ഐസ് ക്യൂബ് അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളം തെളിച്ച് കൊടുത്ത് അരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവും. ഉഴുന്ന് നമ്മൾ ഗ്രൈൻഡറിൽ ഇടുമ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഈ ചെറിയ ഗ്രൈൻഡറൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ചൂടായി വരുമല്ലോ. അപ്പോൾ അങ്ങനെ ചൂടൊന്നും ആവാതെ ഉഴുന്ന് നന്നായിട്ട് പൊന്തി കിട്ടും കേട്ടോ. നമുക്ക് ഐസ് ക്യൂബ് അല്ലെങ്കിൽ നല്ല തണുത്ത ഫ്രീസറിൽ വെച്ച വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉഴുന്ന് അരയ്ക്കാറ്. അതുപോലെ തന്നെ നമുക്ക് അരി അരയ്ക്കുമ്പോഴും അതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പുതിനയില വാങ്ങിയതുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ആ തണ്ടൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിത് അതിലിങ്ങനെ ഇലയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളത് മണ്ണിലോട്ട് കുത്തിയിടുകയാണെങ്കിൽ നമുക്ക് പുതിനയില നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് അത്യാവശ്യം ബിരിയാണിക്ക് ഇതിനൊക്കെ വേണ്ടതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ പുതിനയിലൊക്കെ പറിക്കാം. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ പുതിനയുടെ 2-3 തണ്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം മണ്ണിലോട്ട് കുത്തിയിടാണ് കേട്ടോ ചെയ്യാറ്. ഇപ്പോൾ പുതിനയില ഉണ്ടാകുന്നതൊക്കെ ഒന്ന് വാടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം നടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ട് വെച്ചായിരുന്നു കേട്ടോ. അതിന് ശേഷം ചപ്പാത്തിക്കുള്ള മാവൊക്കെ പെനഞ്ഞ് വെക്കാൻ പോവുകയാണ്. ശേഷം മുട്ട വേവിക്കാനും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ മുട്ടയൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തിക്കുള്ള മാവൊക്കെ പെനഞ്ഞ് സെറ്റാക്കി വെക്കാം. എന്നിട്ട് മുട്ടക്കറിയൊക്കെ ആകുമ്പോഴത്തേനും ചപ്പാത്തിക്കുള്ള മാവൊക്കെ റെഡിയായിട്ട് സെറ്റായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഞാൻ ചൂടുവെള്ളമൊന്നും ഒഴിച്ച് കുഴയ്ക്കാറില്ല. കുറച്ച് നേരത്തെ പെനഞ്ഞ് വെക്കാറാണ് കേട്ടോ ചെയ്യാറ്. അതുപോലെ തന്നെ നമ്മൾ പെനയുന്ന സമയത്തും നന്നായിട്ട് നമ്മൾ പ്രസ് ചെയ്തിട്ട് ചപ്പാത്തിക്ക് മാവ് പെനയുകയാണെങ്കിൽ നമുക്ക് ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇപ്പോൾ ചപ്പാത്തിക്കുള്ള മാവൊക്കെ പെനഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം മുട്ടക്കറിക്കുള്ള സവാളയൊക്കെ നുറുക്കാണ് കേട്ടോ. സവാളയൊക്കെ അരിഞ്ഞതിന് ശേഷം നമുക്ക് മുട്ടക്കറിയൊക്കെ വെക്കാം. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് നീളത്തിൽ അരിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ മുട്ടക്കറി വെക്കുന്നത് ഇന്ന് തേങ്ങ ഒന്നും അരച്ച് വയ്ക്കുന്നില്ല. വെറുതെ സിമ്പിളായിട്ട് ഉള്ളിയും തക്കാളിയും മാത്രം ഇട്ടിട്ടുള്ള മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ഉള്ളിയൊക്കെ അരിഞ്ഞതിന് ശേഷം നമുക്ക് മുട്ടക്കറി റെഡിയാക്കാം കേട്ടോ. അതുപോലെ നമ്മുടെ വീഡിയോസ് കാണുന്നവർ എൻ്റെ വീഡിയോസ് ഒന്ന് കാണുകയാണെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നില്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ. എന്താ വെച്ചാൽ നിങ്ങളുടെ കമൻറ്റ്സ് ആയിരിക്കും നമുക്ക് വീണ്ടും വീഡിയോസ് ഇടാനുള്ളൊരു മോട്ടിവേഷനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം എനിക്ക് സബ്സ്ക്രൈബർ കുറവാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പുറത്ത് ആരോടും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോടോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ പോലും നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. കാരണം നമുക്ക് റിലേറ്റീവ്സ് ആയാലും നമ്മൾ ആരായാലും നമ്മളൊന്ന് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ വാട്സപ്പിൽ ലിങ്ക് അയക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതിനേക്കാളും നമുക്ക്
മതി, നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ മാത്രം മതി സബ്സ്ക്രൈബർ ആയിട്ട് എന്നുള്ള കാര്യമാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞാലും അവർക്ക് ഷെയർ ചെയ്യാനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും. നമ്മളിപ്പോൾ എത്ര തന്നെ ആണെങ്കിലും നമ്മൾ റിലേറ്റീവിനോട് പറയുകയാണെങ്കിലും ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും. നമ്മൾ പറഞ്ഞാൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ കൂടി ഞാൻ വിചാരിച്ചു നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി നമ്മൾ റിലേറ്റീവ്സിനോടും എല്ലാവരോടും പറഞ്ഞിട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഫസ്റ്റ് കുറച്ച് നമ്മൾ എങ്ങനെയാണെങ്കിലും നമുക്ക് റിലേറ്റീവ്സിനോട് പറഞ്ഞാൽ എങ്ങനെ ഒരു 19 സബ്സ്ക്രൈബർ മാത്രമേ കൂടുള്ളൂ. പക്ഷേ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ വീഡിയോസൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് യാതൊരു കാര്യം അറിയില്ല അല്ലേ. നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മൾ വീഡിയോസ് ഇടുന്നേ ഉള്ളൂ. നമുക്ക് റെക്കോർഡ് ചെയ്യാനായാലും വീഡിയോ എഡിറ്റ് ചെയ്യാനായാലും നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ഓരോ കണ്ടൻറ്റ് പറയുകയാണെങ്കിൽ കൂടി നമുക്ക് അറിയില്ല. നമ്മളിത് പഠിച്ചിട്ടല്ലല്ലോ വരുന്നത്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പഠിച്ചിട്ടല്ല നമ്മൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ റിലേറ്റീവ്സ് ആണെങ്കിൽ നമ്മൾ വേറെ ആരെങ്കിലും ആണെങ്കിൽ നമ്മളെ ചിലപ്പോൾ നമ്മളൊരു കളിയാക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ ഇങ്ങനെയാണോ ചെയ്യണത് അല്ലെങ്കിൽ അങ്ങനെയാണോ ചെയ്യണതെന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്കൊരു പിന്നെ വീഡിയോസ് ഇടുമ്പോൾ ഒരു ചമ്മലുണ്ടാവില്ല. നമുക്ക് നമ്മുടെ റിലേറ്റീവ്സ് കാണും അല്ലെങ്കിൽ ഫ്രണ്ട്സ് കാണും, അങ്ങനെയൊക്കെ ഒരു മടി കൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് ഇടാനൊരു എനിക്ക് അങ്ങനെ ഒരു പേഴ്സണലായിട്ട് അങ്ങനെ തോന്നിയത് കൊണ്ടാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ പറയാം എൻ്റെ അമ്മ പോലും അറിഞ്ഞിട്ടില്ല ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഞാൻ എങ്ങനെയും 1000 സബ്സ്ക്രൈബർ ആയിട്ടില്ലെങ്കിൽ 1000 വ്യൂസ് ആയതിന് ശേഷം എൻ്റെ വീട്ടിൽ പറയുള്ളൂ എന്നുള്ളത് കാര്യം തീരുമാനിച്ചിട്ടാണ് കേട്ടോ ആരോടും പറയാത്തത്. അപ്പോൾ നമുക്ക് പിന്നെ ഒരു ഇത്രയും പേര് നമുക്ക് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്, ഇത്രയും വീഡിയോസ് എല്ലാവരും നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളൊരു ധൈര്യത്തിൽ നമുക്ക് അവരോടൊക്കെ പറയുമ്പോൾ ഒരു ചമ്മലുണ്ടാവില്ല. നമ്മൾ അത്ര പേര് കണ്ടല്ലോ, നമുക്ക് ഇത്ര പേര് വീഡിയോസ് അമ്മ എൻ്റെ ഇഷ്ടപ്പെടുന്നുണ്ട്, എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് എന്നുള്ള കാര്യം പറയാമെന്നാണ് കേട്ടോ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ കമൻസും ലൈക്കും ഒക്കെയാണ് നമുക്ക് വീണ്ടും നമ്മുടെ വീഡിയോസ് ഇടാനും എഡിറ്റ് ചെയ്യാനും. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസ് എടുക്കുന്നതും അതുപോലെ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. നമുക്ക് പിള്ളേരുണ്ടാവും വീട്ടിൽ, വോയിസ് റെക്കോർഡ് ചെയ്യാം, അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. നമ്മൾ സൈലൻ്റായിട്ടൊരു ഏരിയയിൽ ഇരുന്നാലേ നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിട്ടിട്ടാണ് നമ്മളൊരു വീഡിയോസ് എഡിറ്റ് ചെയ്ത് ഇടുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്ന് മനസ്സിലാക്കുക, സപ്പോർട്ട് ചെയ്യാൻ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ എൻ്റെ ചാനൽ. ഇത് പറയാൻ കാരണം നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എത്ര ആളെ ഉള്ളൂ. നമ്മൾ പുറത്തുനിന്ന് കണ്ടവരാണ് കേട്ടോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക, എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ മുട്ടക്കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ മുട്ടക്കറി വെച്ചത് എങ്ങനെയെന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ച് എണ്ണ വെച്ചിട്ട് അതിലോട്ട് പെരുംജീരകം, പട്ട, ഗ്രാമ്പൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് സവാള, 2-3 സവാള എടുത്തിട്ടുണ്ടായിരുന്നു. സവാള ചെറുപ്പത്തിൽ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ് കൊടുക്കുക. അതിന് ശേഷം അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി എന്നൊക്കെ ഇട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം മല്ലിപ്പൊടി, മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റുക. അതിൻ്റെയൊക്കെ ഒരു ഇത് പോയതിന് ശേഷം നമുക്ക് കുറച്ചൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ തക്കാളി സവാളയൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് വേവിക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള മുട്ടയും കൂടി ഇട്ടാൽ നമ്മുടെ മുട്ടക്കറി കുറച്ച് മല്ലിയിലയും കൂടി ലാസ്റ്റ് തൂവി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ചപ്പാത്തിയൊക്കെ പരത്തിയിട്ട് ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കാം കേട്ടോ. നമ്മുടെ ചപ്പാത്തി മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഡിന്നറൊക്കെ കഴിച്ച് എല്ലാവരും ചപ്പാത്തിയൊക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. അതിനുശേഷം കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മടക്കാൻ. തുണി മടക്കി വെച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് അലക്കിയ തുണിയൊക്കെ ഒന്ന് മടക്കി ഒന്ന് എടുത്ത് വെക്കണമായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കേട്ടോ. ഡിന്നറൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം തുണി മടക്കാനുണ്ടെങ്കിലൊക്കെ ആ കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ കുട്ടികളൊക്കെ കുറച്ച് പഠിപ്പിക്കാനൊക്കെ ഉണ്ടെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഡിന്നർ കഴിഞ്ഞതിന് ശേഷം ചെയ്യാറ്. എന്നാലും ഡിന്നർ കുറച്ച് നേരത്തെ ആയിരിക്കും കഴിക്കാറ്. 8 മണിക്കുള്ളിലൊക്കെ അധിക ദിവസങ്ങളിലും കഴിച്ചു കഴിയാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തെ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഡിന്നർ ഉണ്ടാക്കുകയാണ് ചെയ്യാറ്. നേരത്തെ കഴിച്ചുകൊണ്ട് തന്നെ അതിന് ശേഷമായിരിക്കും ചിലപ്പോൾ പിള്ളേരെ പഠിപ്പിച്ചു കൊടുക്കുന്നത്, തുണി മടക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അലമാറൊക്കെ വൃത്തിയാക്കാനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്താണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ നമ്മുടെ തുണി നടക്കാനുള്ളതൊക്കെ ഒന്ന് മടക്കി എടുത്ത് വെക്കുമായിരുന്നു കേട്ടോ. ഇത്രയുണ്ട് ഇന്നത്തെ ഈവനിങ് റൂട്ടീൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടുകയാണ് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ്
കാണുക, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോസിൽ ഇങ്ങനെ കുക്കിംഗ്, ക്ലീനിങ്, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ, കുറച്ച് ഗാർഡനിങ്, അതുപോലെ സ്റ്റിച്ചിങ്, അങ്ങനെയുള്ള വീഡിയോസൊക്കെയാണ് കേട്ടോ ഞാൻ വ്ളോഗ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട എല്ലാവർക്കും ഒന്നുകൂടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇനി വീണ്ടും ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ടൊക്കെ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക, സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ.